ഇന്ന് ഇതുവരെ വന്ന സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ധവളപത്രം സഭയിൽ. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കി ധവളപത്രവുമായി സർക്കാർ. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നെന്നും സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലെന്നും ധനകാര്യ സ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ഇനത്തിൽ മാത്രം പുതിയ സർക്കാരിന് 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ധവളപത്രം കേരളം അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വരച്ചിടുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് ധവളപത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ ധവളപത്രത്തിൽ എണ്ണി പറയുന്നു. പെരുകുന്ന കടബാധ്യത. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും പലിശയുമടക്കമുള്ള സ്ഥിര ബാധ്യതയിലേക്ക് പോകുന്നു. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കിഫ്ബിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടബാധ്യത എന്നിവയാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രതികൂല ഘടകങ്ങൾ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ധവളപത്രം ശരിവെക്കുന്നു. നികുതി പിരിവിലെ കുറവും കേന്ദ്രവിഹിതത്തിൽ വന്ന കുറവും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധവളപത്രത്തിലെ പരാമർശം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പണബാക്കിയിലും ധവളപത്രം വ്യക്തത വരുത്തുന്നുണ്ട്. മാർച്ചിൽ ട്രഷറി ക്ലോസ് ചെയ്യുമ്പോൾ 6,322.36 കോടിയായിരുന്നു ബാക്കി. മെയ്യിലെ കണക്കു പ്രകാരം 2,211.93 കോടി രൂപയാണ് ട്രഷറി ബാലൻസ്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല വീക്ഷണത്തോടെയുള്ള നടപടികളിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. വരുമാനമുയർത്തൽ, ചെലവ് നിയന്ത്രിക്കൽ, സ്വകാര്യ നിക്ഷേപം തുടങ്ങിയവയാണ് പരിഹാര നടപടികൾ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. പെൻഷൻ പ്രായം 1 വർഷം കൂട്ടണമെന്നാണ് നിർദ്ദേശം. ഇതുവഴി 6,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കൽ. 24 തിരുവനന്തപുരം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ പരിഷ്കാരത്തോടെ പുനഃസംഘടിപ്പിക്കണമെന്ന് ധവളപത്രം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കണമെന്നും ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണിക്കണമെന്നുമാണ് നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുത്തകകൾക്ക് അടിയറവ് വയ്ക്കാനാണ് നീക്കമെന്ന് CPIM കുറ്റപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന ഖജനാവിന് ഭാരമാകാതെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കണമെന്നാണ് ധനകാര്യസ്ഥിതി റിപ്പോർട്ടിലെ നിർദ്ദേശം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കണം. ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണിക്കണം. ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും മറ്റ് ആസ്തികളും കൂടുതൽ ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കണമെന്നും ശുപാർശയുണ്ട്. ഊർജ്ജമേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നുകൊടുക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. നിരാശയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഉണ്ടായത്. അതായത് ഇതിൻ്റെ മുഖമുദ്ര നയരാഹിത്യമാണ്. സർ, ഒരു പ്രതീക്ഷയും ഈ നയപ്രഖ്യാപനം സമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല എന്നതാണ് വസ്തുത. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നെന്ന് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. KSEB പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണം. ലാഭത്തിലുള്ള ബെപ്കോയും നഷ്ടത്തിലുള്ള സപ്ലൈകോയും ഒറ്റ കോർപ്പറേഷനായി ലയിപ്പിക്കണം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സമയബന്ധിതമായി ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉറപ്പാക്കണമെന്നും ശുപാർശയുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കി സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്ക് രൂക്ഷ വിമർശനം. കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ദുർബലമായെന്നും പദ്ധതികൾക്ക് രാഷ്ട്രീയ മുൻഗണന നൽകിയെന്നും വിമർശനമുണ്ട്. കിഫ്ബി വായ്പകൾ നിയന്ത്രിക്കണമെന്നാണ് ധവളപത്രത്തിലെ ശുപാർശ. കഴിഞ്ഞ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിയുടെ പദ്ധതി നടത്തിപ്പിലും ധനവിനിയോഗത്തിലും ഗുരുതര വിമർശനമാണ് ധവളപത്രത്തിലുള്ളത്. കിഫ്ബിയുടെ നിലവിലെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടിയാണ്. ഇനി ധനസഹായം നൽകേണ്ട പദ്ധതികൾക്ക് 35,000 കോടിയിലധികം വേണം. കിഫ്ബിയുടെ കടം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടമായാണ് CAG വിലയിരുത്തുന്നത്. കൂടാതെ പെട്രോളിയം സെസ്, മോട്ടോർ വാഹന നികുതി തുടങ്ങി സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കിഫ്ബിക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. ഇതെല്ലാം ധനകാര്യ അച്ചടക്കത്തെ ബാധിക്കും. കിഫ്ബി രൂപീകരിച്ച് ഒരു സമാന്തര സാമ്പത്തിക അധികാര കേന്ദ്രം നിലവിൽ വരാൻ ഇടയാക്കിയെന്ന് ധവളപത്രത്തിൽ പറയുന്നു.
എന്നാൽ കിഫ്ബി കൊണ്ട് നാടിന് ഗുണമുണ്ടായെന്ന് ധവളപത്രത്തിൽ ഉണ്ടെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ഏതായാലും ധവളപത്രത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കിഫ്ബി കൊണ്ട് നാടിന് ഗുണമുണ്ടായി. ഇങ്ങനെ എടുക്കുന്ന പണം സംസ്ഥാനത്തിന്റെ വായ്പയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് കേന്ദ്രം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അതോടുകൂടി കിഫ്ബിയുടെ പ്രസക്തി പോയി എന്നുള്ളതാണ്. കിഫ്ബി ഉപേക്ഷിക്കില്ലെങ്കിലും സമ്പൂർണ്ണമായ പൊളിച്ചെഴുത്തുണ്ടാകും. പദ്ധതികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മസാല ബോണ്ടിലും കിഫ്ബി അക്കൗണ്ടുകളിലും കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും കടമെടുത്ത പണം ബാങ്കുകൾ നിക്ഷേപിച്ചതിലും ഫോറൻസിക് ഓഡിറ്റ് നടത്തും. കിഫ്ബിയുടെ മുൻഗണനകളിലും സംശയമുണ്ടെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ആകെ അംഗീകരിച്ച പദ്ധതികളിൽ 20%, നൽകിയ തുകയിൽ 19% കണ്ണൂർ ജില്ലയിലാണ്. കിഫ്ബി ഇതുവരെയുള്ള എല്ലാ രേഖകളും ബാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളും സർക്കാരിന് സമർപ്പിക്കണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടതെന്നും എന്നാൽ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഒരു രഹസ്യരേഖയും പുറത്തുപോയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. മുഖ്യമന്ത്രി ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടതെന്നും സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നെന്നും കെ.എൻ. ബാലഗോപാൽ. ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒരു രഹസ്യരേഖ പോലും പുറത്തേക്ക് പോയിട്ടില്ല. മുമ്പ് വെച്ചിട്ടുള്ള ധവളപത്രങ്ങൾ പോലെ ഇത് രാഷ്ട്രീയ രേഖയല്ലെന്നും മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തരുതെന്നും ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ രേഖയെന്നും പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. വായിച്ചു പോലും നോക്കാതെ മുൻവിധിയോടെ രാഷ്ട്രീയ രേഖ എന്ന് പറയുന്നത് എങ്ങനെയെന്ന മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. ധവളപത്രത്തിൽ വിശദമായ ചർച്ചയാകാമെന്ന് സഭയെ അറിയിച്ച സ്പീക്കർ ബാലഗോപാൽ ഉന്നയിച്ച ക്രമപ്രശ്നം തള്ളി. 24 തിരുവനന്തപുരം. ധവളപത്രത്തിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. കിഫ്ബിയുടെ ഭാവി എന്തെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ധവളപത്രം ഇറക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ചെക്കിംഗ് ധനവകുപ്പ് നടത്തണ്ടേ? സാമ്പത്തിക നയം, ധനകാര്യ വിലയിരുത്തൽ, ഇതിലെല്ലാം അതിൻ്റേതായ നടപടിക്രമങ്ങൾ വേണ്ടേ? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, വർഗീയ ചേരിതിൽ സൃഷ്ടിക്കുന്ന നയങ്ങൾ, ഇതൊന്നും എതിർത്തതായിട്ട് കാണുന്നില്ല. കിഫ്ബി തുടരുമോ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടർച്ചയുണ്ടാകുമോ? ഇതിനെല്ലാമുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പ്രതിപക്ഷാരോപണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തള്ളി. ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മുൻ സർക്കാരിന്റെ കൗശലം മനസ്സിലായതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട്. ഇതിനകത്ത് ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്ക് കൂടി ഇതിനകത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാവ് പാർട്ടി ഓഫീസ് വഴി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിൽ നടപടിയെടുത്തുന്ന തദ്ദേശ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് നീക്കിയെന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇപ്രകാരം പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല.
എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ചു നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നിരിക്കലും ആയത് ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ നടപടിക്രമങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട സംസ്ഥാന മന്ത്രിസഭ നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമന വ്യവസ്ഥ പ്രകാരം ജോലി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനിടെ CBI കൂട്ടിലടച്ച തത്തേന്ന വിമർശനവുമായി CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി. നവീൻ ബാബുവിന്റെ മരണം CBIക്ക് വിടാൻ സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇന്നത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യത്തിന് അംഗീകാരം നൽകി. സർക്കാരിന് നന്ദിയെന്ന് കുടുംബം. ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തെ CPM ഭയക്കുന്നില്ലെങ്കിൽ എന്തിനെതിർക്കണമെന്ന് സഹോദരൻ പ്രവീൺ ബാബു. സത്യസന്ധമായി അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ നീതി മാത്രമേ നോക്കുന്നുള്ളൂ. രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ആയുധമാണ് CBI എന്ന് പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം. എന്നാൽ നവീൻ ബാബുവിനെതിരായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പരാമർശം അറിയില്ലെന്നും രാജു എബ്രഹാം. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഹർഷകുമാർ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. PP ദിവ്യ തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹർഷകുമാറിന്റെ ഫേസ്ബുക്ക് വീഡിയോ. 24 പത്തനംതിട്ട. പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകാത്തതിലുള്ള അതൃപ്തി പരസ്യമാക്കി CPI. മുന്നണി ഒരു പാർട്ടിയുടെ മാത്രമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. എപ്പോഴും പറയേണ്ട കാര്യം എന്താ? അതേ കാര്യത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. CPIക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അപ്പോൾ ഒരു മുന്നണിക്കൊരു മുന്നണി രീതിയുണ്ട്. അതൊരു പാർട്ടിയുടേതല്ല, അത് ജനങ്ങളുടേതാണ്. തർക്കങ്ങളെല്ലാം തീർക്കാൻ പറ്റും എന്ന വിശ്വാസം CPIക്കുണ്ട്. മുന്നണി ഞങ്ങളുടേതുമാണ്, അവരുടേതുമാണ്, ഓരോ പാർട്ടിയുടേതുമാണ്. ഒരു പാർട്ടിയുടെ മാത്രമല്ലത്. പാർട്ടിക്ക് അപമാനകരമാകുന്ന രീതിയിൽ ഉപനേതാവ് പദവി എന്ന ആവശ്യം തിരിച്ചടിയായതിൽ സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ചയുണ്ടായി എന്ന് പാർട്ടിക്കുള്ളിൽ വികാരമുണ്ട്. CPIM ആവശ്യം തള്ളിയതോടെ തുടർ നിലപാട് തീരുമാനിക്കാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന പരാതിയുമായി കുടുംബം. വൃക്കയിലെ കല്ല് നീക്കാൻ നടത്തിയ ശസ്ത്രക്രിയ പാളിയെന്നാണ് ആരോപണം. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ആരോപണത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ യൂറോളജി വിഭാഗത്തോട് റിപ്പോർട്ട് തേടി. ഓഗസ്റ്റിലാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഓഗസ്റ്റ് 6-ന് റീജിത്തിനെ കീ ഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വൃക്കയിൽ ഇടതുഭാഗത്തെ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ഡോക്ടർമാർ വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞതു മുതൽ ആരോഗ്യനില അനുദിനം വഷളായെന്നും കുടുംബം. ഏപ്രിൽ 1-നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീജിത്തിന്റെ രണ്ടാമത്തെ ശസ്ത്രക്രിയ. കൺസെന്റ് ഒപ്പിടാണ്ട് വീണ്ടും വരുന്ന സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ രണ്ടാമത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലും പഴുപ്പ് കെട്ടിട്ട് സമ്മതില്ലാണ്ട് പൈപ്പിലിട്ട് തിരിച്ച് സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ 2 സൈഡിലും പഴുപ്പ് വന്നപ്പോൾ വീണ്ടും ഇവിടെ അഡ്മിറ്റ് ചെയ്യും, 2 ദിവസം അഡ്മിറ്റ് ചെയ്യും, ഒരു വീട്ടിലേക്ക് പോകാൻ പറയും. ചികിത്സാ പിഴവ് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ അവർ കൊന്നതാണ് അവർ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന് 5000 രൂപ നൽകിയെന്നും ആരോപണമുണ്ട്. റീജിത്തിന് 2 വൃക്കകളിലും അണുബാധയുണ്ടായിരുന്നെന്നും ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് ശസ്ത്രക്രിയയെന്നും യൂറോളജി വിഭാഗം. നമ്മളൊരു ചെറിയ ട്യൂബോ സ്റ്റെന്റോ എന്തിടുമ്പോഴും നമ്മൾ രോഗിയുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടാവും. സമ്മതം വാങ്ങാതെ ഒരു ഓപ്പറേഷൻ ചെയ്യാറില്ല, ഒരു പ്രൊസീജിയർ പോലും നമ്മൾ ചെയ്യാറില്ല. യൂറോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടിയെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. മെഡിക്കൽ കോളേജ് പോലീസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെയ് 18-നാണ് റീജിത്തിനെ മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രവേശിപ്പിക്കുന്നത്.
ശ്വാസകോശത്തിനും വൃക്കകൾക്കും അണുബാധയുണ്ടായതിനെ തുടർന്ന് മെയ് 30-ന് ICUവിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 24 കോഴിക്കോട്. ഇന്ധനവില വർധനവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവുമായി CPIM ജില്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇന്ധനവിലയും പാചകവിലയും കൂട്ടി കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ്. നികുതി ഇളവ് വരുത്താനോ വിലക്കയറ്റം തടയാനോ സംസ്ഥാന സർക്കാരും ഇടപെടുന്നില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPIM ജില്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൻകിട കോർപ്പറേറ്റുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കൊള്ളയടി അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. സാഹചര്യങ്ങൾ മാറുമ്പോൾ വിലയുടെ കാര്യം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം കണക്ക് നോക്കി നമ്മളെക്കാൾ കരുത്തുള്ള രാജ്യങ്ങളിലെ വിലയും നോക്കിക്കോളൂ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ വിലയും നോക്കിക്കോളൂ. അപ്പൊ ഇത് ഇന്ത്യയിൽ മാത്രം കരുതിക്കൂട്ടി അങ്ങനെ ഒരു ഭാഷയൊരു പാടില്ല. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ധന പാചക വില കൂട്ടാൻ നിർബന്ധിതരായത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം. 24 കോഴിക്കോട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. പെൻഷൻ പ്രായം ഉയർത്താനുള്ള ധവളപത്രത്തിലെ നിർദ്ദേശത്തിനെതിരെ AAYF യുവാക്കളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾ തകർക്കുന്ന നീക്കമെന്നും AAYF. മുട്ടിൽ മരമുർ കേസിൽ 5 വർഷമായിട്ടും കുറ്റപത്രം നൽകാതെ വനംവകുപ്പിന്റെ അനാസ്ഥ. 52 കേസുകളിൽ ഇനിയും കുറ്റപത്രമായില്ല. പുതിയ വനം മന്ത്രിയും ഇടപെട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിൽ ഭൂരിഭാഗം എംപിമാരും വിമതപക്ഷത്തെന്ന് റിപ്പോർട്ട്. മമതാ ബാനർജി അംഗീകരിക്കുമെന്നും എതിർപ്പ് അഭിഷേക് ബാനർജിയോടൊന്നും വിമതർ. PM ന്യൂസ് ഇതോടെ പൂർണ്ണമാക്കുകയാണ്.